ഈ 10-ലാണ് വളരെയേറെ പവിത്രമാകപ്പെട്ട വിശുദ്ധമായ ബദർ ദിനം. ലോക മുസ്ലിമീങ്ങൾ ബഹുമാനത്തോടെ ആദരവോടെ ഈമാനുള്ള ജനങ്ങൾ ആ വിശുദ്ധമായ ആ ബദർ ദിനത്തെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ട മഹത്തുക്കളായ ബദരീങ്ങൾ, ആ ബദർ സാദാത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ട് നാം വളരെയേറെ ബഹുമാനങ്ങൾ ആ ദിവസത്തിൽ നൽകുന്നു എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ നമ്മൾ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. വിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10 നമ്മൾ തുടങ്ങി, അതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് അത് ബാക്കിയുള്ളത് എങ്കിൽ ആ മഗ്ഫിറത്തിന്റെ 10-ലൂടെ അല്ലാഹുവിനോട് പ്രത്യേകമായി ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് നാം കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാട് വലുതാണെന്നും സകല കാര്യങ്ങൾക്കും എല്ലാത്തിനും വലുത്, എല്ലാ കാര്യങ്ങൾക്കും മഹാന്മാരായ മഹത്തുക്കളായ മഹാന്മാർ പറഞ്ഞു തന്നത് ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാൻ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഞാൻ സൂചിപ്പിച്ചിരുന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടുകാരനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ തങ്ങാൻ അവസരം തരുമോ? പള്ളിയിൽ താമസിക്കാൻ വേണ്ടി അവസരം ചോദിച്ചു. ആ സമയത്ത് ആ പള്ളിയിലുള്ള ഖാദിമീങ്ങൾ അദ്ദേഹത്തിന് ആട്ടി ഓടിച്ചു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് പോയി കൊണ്ട് ചോദിക്കുന്നു, എനിക്ക് ഇവിടെ താമസിക്കാൻ എനിക്ക് ഒരു വ്യവസ്ഥ ചെയ്തു തരുമോ, സൗകര്യം ചെയ്തു തരുമോ എന്ന്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്നോ ആ മനുഷ്യനിക്കൊന്നും അറിയില്ല. അങ്ങനെ വ്യവസ്ഥകൾ ചെയ്തു കൊടുത്തു, അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് രാത്രി ഉറങ്ങാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പാർപ്പിട സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ കേൾക്കുന്നു, അപ്പുറത്തെ വീട്ടിലെ ആ റൂമിൽ നിന്ന് ഒരു മനുഷ്യൻ വളരെ ആവേശഭരിതനായി ആത്മാർത്ഥമായി ഇങ്ങനെ ചൊല്ലുകയാണ്. സമയങ്ങളിൽ ഇങ്ങനെ കഴിയുന്തോറും അദ്ദേഹത്തിന് ആവേശം ഇങ്ങനെ കൂടി വരുന്നു. ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരാൻ ഹരം കൂടുകയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല ചിന്തിച്ചു, എന്തായിരിക്കും ഈ വീട്ടുകാരന് എന്തോ ഒരു മർമ്മപ്രധാനമായ ഉദ്ദേശമുണ്ട്. ഇയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലണമെങ്കിൽ എന്തോ ഒരു ഹാജത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും. അതെന്താണെന്ന് അറിയണം. ബഹുമാനപ്പെട്ടവർ വല്ലേ പോയി ആ വീട്ടുകാരൻ ആ റൂമിലുള്ള ആ വയോവൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പാതിരാ സമയമായിട്ട് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ആ മനുഷ്യന്റെ മറുപടിയാണ് അത്ഭുതം. ബഹുമാനപ്പെട്ടവർ അവരോട് പറയുകയാണ്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഇസ്തിഗ്ഫാർ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്റെ പെൺമക്കൾക്ക് കല്യാണം കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടാ, ഞാൻ വീടുണ്ടാക്കി ഇസ്തിഗ്ഫാർ മുഖേനയാണ്. എന്റെ കച്ചവടത്തിന്റെ കൃഷി എന്റെ ജോലി എല്ലാത്തിനും എനിക്ക് വിജയം കിട്ടിയത് ഇസ്തിഗ്ഫാർ മുഖേന. എനിക്ക് ഒരൊറ്റ ആവശ്യമേ ബാക്കിയുള്ളൂ, എന്റെ എല്ലാ ഹാജത്തും തീർന്നിട്ടുണ്ട്, ഒരു ഹാജത്ത് മാത്രം ബാക്കിയുണ്ട്, അതും കൂടി എനിക്ക് സാധിപ്പിച്ചിട്ടാണ് ഞാൻ ലോകത്ത് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എന്താണ്? ആ സമയത്താണ് ബഹുമാനപ്പെട്ടവരോട് ആ മനുഷ്യൻ ആ വീട്ടുകാരൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ, എനിക്ക് മഹാനായ 10 ലക്ഷം ഹദീസ് മനഃപാഠമാക്കിയ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നാലായിരം മദ്ഹബിന്റെ ഇമാമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിഖായ 10 ലക്ഷത്തോളം വരുന്ന ഹദീസ് മനഃപാഠമാക്കിയ മഹാൻ. ജീവിതത്തിൽ ഒരു ഹദീസ് പോലും നമുക്ക് അതിന്റെ സനദടക്കം പറയാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സനദ് വേണ്ട, ഒരു ഹദീസ് നമുക്ക് അതിന്റെ മഖ്റജ് തെറ്റാതെ വായിച്ച് അർത്ഥം വെക്കാൻ നമുക്കറിയോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നാൽ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനഃപാഠമാണ്. ആ മദ്ഹബിന്റെ ഇമാമിങ്ങളെ ആരെങ്കിലും ഇവിടെ ചീത്ത പറയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ പരിഹസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്നതിന്റെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ആ ബഹുമാനപ്പെട്ടവർ പറയുന്നു, എനിക്ക് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഒന്ന് കിട്ടണമെന്ന് കൈപിടിച്ച് മുസാഫത്ത് ചെയ്യണമെന്ന് എന്റെ ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഇസ്തിഗ്ഫാർ ചൊല്ലിയത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഏ സഹോദരാ, നീ ഇനി സന്തോഷിച്ചോ, നിനക്ക് നിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അഹ്മദ് ഇബ്നു ഹംബലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്തു. പള്ളിയിൽ താമസിക്കാൻ സൗകര്യം ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്ന് എത്തിപ്പെട്ടത് ആ മനുഷ്യന്റെ വീട്ടിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് വെറും ദോഷം പൊറുക്കാനുള്ള ഒരു ആയുധമായിട്ടാണ്. ദോഷം പൊറുക്കാനുള്ളത് മാത്രമല്ല, അത് മുഖേന ഇസ്തിഗ്ഫാർ കൊണ്ട് ദോഷങ്ങൾ പുറത്തു കിട്ടുമെന്ന് വേറെ കാര്യം.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലേണ്ടത്. പക്ഷെ ദുന്യവിയായ എല്ലാ കാര്യങ്ങൾക്കും ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മഴയില്ലാതെ ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ആളുകളോട് പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അങ്ങനെ അദ്ദേഹം പോയി ഇസ്തിഗ്ഫാർ ചൊല്ലി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൃഷിയിടങ്ങളിലേക്ക്, എന്റെ തോട്ടത്തിലേക്ക് എനിക്ക് കുടിക്കാൻ ആവശ്യമായ മുഴുവൻ വെള്ളം എനിക്ക് മഴ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കുറെ ദിവസം കഴിഞ്ഞു, മറ്റൊരുത്തൻ വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ എനിക്ക് ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് മക്കളില്ല, മക്കൾ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, നിനക്ക് മുഖേന നിനക്ക് മക്കൾ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം പോയി ഇസ്തിഗ്ഫാർ ചൊല്ലി കൊല്ലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് സ്വാലിഹീങ്ങളായ മക്കളുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, എന്റെ ശരിക്ക് സ്വാലിഹായ മക്കളുണ്ടായത് ഈ മക്കളെ ഇസ്തിഗ്ഫാർ കൊണ്ട് ഞാൻ നേടിയെടുത്ത മക്കളാണ്. അതുകൊണ്ട് ഈ മക്കൾ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഈ മക്കൾ മതിയെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഏത് പ്രയാസങ്ങൾക്കും ഇസ്തിഗ്ഫാർ മാനദണ്ഡമാണ്. നമ്മുടെ കച്ചവടത്തിൽ നഷ്ടമുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. കടങ്ങളെ കൊണ്ട് പ്രയാസമുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? മക്കളെ കൊണ്ട് പ്രയാസങ്ങളുണ്ടോ? ഏത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് പരിഹാരമാണ്. വീട്ടിൽ അങ്ങാടിയിൽ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ കച്ചവടത്തിലൂടെ എന്തെങ്കിലും നഷ്ടം വരുമ്പോ നമ്മൾ ഇങ്ങനെ പല ആളുകൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പലരും ഇങ്ങനെ ടൈം പാസിംഗ് ഇങ്ങനെ നമ്മൾ പലതും പറഞ്ഞുകൊണ്ട് കളയുമ്പോൾ ആ സമയത്ത് നീ ഇരുന്ന് ചൊല്ലിക്കോ. ഒരു അരമണിക്കൂർ ഒരു കച്ചവടം ഒരു കസ്റ്റമർ നിന്റെ അടുക്കൽ വരുന്നില്ലെങ്കിൽ നീ ആ സമയത്ത് ഇരുന്ന് ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിന്റെ കച്ചവടത്തിലേക്ക് ബറക്കത്ത് തരും. നിന്റെ കച്ചവടത്തിൽ അല്ലാഹു കാവലുണ്ടാകും. ഇങ്ങനെ സകല കാര്യങ്ങൾക്കും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഈ ഇസ്തിഗ്ഫാറിന്റെ പത്ത് നമുക്ക് ഇന്ന് 16ാമത്തെ നോമ്പാണെങ്കിൽ ഇനിയുള്ള 4 ദിവസം ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് കേരിച്ച് മടങ്ങണം. ഇനി നമുക്കൊരു ജീവിതത്തിൽ റമദാൻ ഉണ്ടാകൂ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഈ മഗ്ഫിറത്തിന്റെ മധ്യത്തിലാണ് ബഹുമാനപ്പെട്ട ബദർ യുദ്ധം നടന്നത്. ബദരീങ്ങളാകുന്ന മഹത്തുക്കളായ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ത്യാഗം ചെയ്തത്? ലോകത്ത് വലിയ സമർപ്പണത്തിന്റെ ഉദാഹരണമാണ് ബദരീങ്ങൾ. അവരെല്ലാം തിരിച്ചുകൊണ്ട് ലോകത്ത് സ്വഹാബത്ത് ചെയ്ത പോലെയുള്ള സമർപ്പണം ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനിക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് ചിന്തിച്ചാൽ പോലും അത്ഭുതമായി തോന്നുന്ന ത്യാഗത്തിന്റെ ഉദാഹരണങ്ങളാണ് മഹാന്മാരായ ബദരീങ്ങളും ഉഹുദ് പോർക്കളത്തിലേക്ക് പോയവരും. സ്വഹാബത്തിന്റെ മുഴുവൻ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് നമുക്കറിയാം, ലോകം യുദ്ധ ഭീഷണിയിലാണ്. ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ അവിടെ മുസ്ലിമീങ്ങളെ ഇവിടെ ചുട്ടരിക്കാൻ വേണ്ടി, അവർ നശിപ്പിക്കാൻ വേണ്ടി പല നിലക്കുള്ള ആയുധ വിസന്നിഹിതരായ ഒരു വിഭാഗം പട്ടാളം ലോകരാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുറെ അത് അവർ തകർത്തെറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ വളരെ ദുഃഖകരമായ ഈ മുഹൂർത്തത്തിൽ നമ്മൾ ചിന്തിക്കണം, എന്റെ മുസ്ലിമീങ്ങൾക്ക് ഈ അവസ്ഥ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പല ആളുകൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അങ്ങാടിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ചർച്ച എന്താണ്, നമ്മുടേതായിരുന്ന അഭിപ്രായങ്ങൾ എന്താണ്? എന്റെ ഇറാൻ ഇങ്ങനെ, എന്റെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സഹായിച്ചില്ല, എന്റെ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് അല്ലാഹു ഒന്നില്ല എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് അധികാരമില്ല. നാം റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. നമുക്ക് യാതൊന്നിന്റെയും രഹസ്യങ്ങൾ നമുക്കറിയുകയില്ല, അല്ലാഹുവാണ് രഹസ്യങ്ങൾ അറിയുന്നവൻ. ഒരു വിജയം, ഒരു പരാജയത്തിന്റെ പിന്നിൽ വിജയം അല്ലാഹു വെച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ കാലങ്ങളോളം കാത്തു നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ അതിന്റെ പിന്നിലൂടെ എന്തെങ്കിലും ഒരു രഹസ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതൊന്നും നമ്മൾ വിലയിരുത്താനായിട്ടില്ല. മഹാനായ സയ്യിദുനാ കരീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്ന രംഗം ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ചരിത്രത്തിലൂടെ ഒരുപാട് പാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുരിസിനാ പർവ്വതത്തിന്റെ മുകളിൽ പോവുകയാണ്. തുരിസിനിൽ 40 ദിവസക്കാലം താമസിക്കുന്ന കാലയളവിൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രംഗം കാണുന്നു. ആ തുരിസിനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ നേരെ ഇരിക്കുമ്പോൾ ആ നൈൽ നദി ഇങ്ങനെ സുന്ദരമായി ഒഴുകുന്ന നൈൽ നദിയുടെ ആ നൈൽ നദിയുടെ അടുക്കലേക്ക് ഒരു കുതിര സവാരിക്കാരൻ വരികയാണ്. ഒരു കുതിരയിൽ നല്ല ചെറുപ്പക്കാരൻ കുതിരയിലൂടെ ഓടി വന്നുകൊണ്ട് ആ നൈൽ നദിയുടെ വക്കിൽ കുതിരയെ നിർത്തി. കുതിരയെ ഒരു സ്ഥലത്ത് ബന്ധിപ്പിച്ചിട്ട് അദ്ദേഹം ആ നൈൽ നദിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം കുളിച്ച് ഫ്രഷ് ആകുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകാൻ നേരത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ബാഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഒരു പണസഞ്ചി.
കിട്ടി. നമുക്ക് ബാഗ് എന്ന് പറയാം. ഒരു ബാഗ്, പണത്തിന്റെ ഒരു ബാഗ് കയ്യിലുണ്ടായിരുന്നു. ആ ബാഗ് അദ്ദേഹം അവിടെ വെച്ച് എടുക്കാൻ വേണ്ടി മറന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇതെല്ലാം മൂസാ നബി അലൈഹിസ്സലാം നേരെ തന്നെ ഇങ്ങനെ കാണുകയാ. കുറെ നേരം കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ആട് നയിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നൈൽ നദിയുടെ അടുക്കലേക്ക് വരുന്നു. കുറെ ആട്ടുകൂട്ടങ്ങളുമായി ഒരു ആട് നയിക്കുന്ന ആട്ടിടയനുണ്ട്. അദ്ദേഹം വരുന്നു, നൈൽ നദിയിൽ വെള്ളം എടുക്കുന്നു, വെള്ളം കോരി കുടിക്കുന്നു. അദ്ദേഹം കുളിച്ച് ഫ്രഷാകുന്നു, ആടുകൾക്കെല്ലാം വെള്ളം കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം പോകാൻ നേരത്താണ് ഈ പണത്തിന്റെ കെട്ട് ബാഗ് അവിടെ വീട് കാണുന്നു. അദ്ദേഹം അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി, ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം എന്തായി നല്ല പണസ് തീർത്ത് അദ്ദേഹം മുങ്ങി. അദ്ദേഹം കിട്ടിയ ചാൻസ് അല്ലേ, പൈസന്റെ കെട്ട് കിട്ടിയാൽ കിട്ടിയ ചാൻസ് അല്ലെന്ന് പറഞ്ഞത് മുങ്ങി. മാന്യന്മാരങ്ങനെ എടുക്കൂല. മാന്യന്മാർക്ക് നമുക്ക് ഏതെങ്കിലും പൈസ ഉണ്ടായി, നമുക്ക് ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, പള്ളിയിലൊക്കെ പൈസ എന്തെങ്കിലും വാച്ച് തന്നെ കിട്ടിയും കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ തരും. ഓർമ്മ അച്ഛനും ഉസ്താദന്മാർ മുക്കറി കത്തി എന്ന് പറഞ്ഞാൽ ആരോ ഇതിനെ വാച്ചും ഇതിനെ പൈസ കാക്കുന്ന കുർക്കാസിന്റെ പണി ആരും എടുക്കരുത്. അങ്ങനെ ആരെങ്കിലും എടുത്താൽ അവരാണ് ഉത്തരവാദി. നിങ്ങളൊരു വാച്ച് സ്ഥലത്ത് റോഡിൽ പോകുന്ന വാച്ച് ഉണ്ട്, അതിന് നിങ്ങൾ വർക്കിയാൽ നിങ്ങൾ ഉത്തരവാദിയായി. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, അതിന് തോട്ടത്തിൽ ഇങ്ങനെ എടുത്തിട്ട് നല്ല വാച്ചെങ്കിൽ വല്ലയിടത്തിന് നല്ല കീസയിലുണ്ട്. അങ്ങനത്തെ കുറെ വാച്ച് കള്ളന്മാരൊക്കെ ദുനിയാവിലുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് നിങ്ങൾക്ക് അതിനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയും. ഒരുപാട് കൊടുക്കണോ, നിങ്ങൾ എന്താക്കണം, അങ്ങനെ ഒരു സാധനം നിങ്ങൾ കിട്ടിയാൽ നിങ്ങളതിനെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ആളുകൾ കൂടിയ സ്ഥലത്തെല്ലാം പോയി ചോദിക്കണം. എന്നിട്ട് അവരുടെ അമാനത്ത് നിങ്ങൾ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെന്താക്കണം, നിങ്ങൾ ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അത് നശിച്ചാൽ നിങ്ങൾ ഉത്തരവാദിയായി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വീട് കിട്ടിയതിനെല്ലാം പറക്കാൻ വേണ്ട, അത് നമുക്ക് നല്ല പണിയല്ല. അങ്ങനെ ആരെങ്കിലും നമ്മളെ കയ്യിൽ ഞാൻ ഒരാൾ തന്നാലും ഞാൻ ഏറ്റെടുക്കാറില്ല. കാരണം നമ്മൾ ഏറ്റെടുക്കണം. കൊടുത്തിട്ട് ആരെങ്കിലും വാച്ച് വന്നിട്ട് കേട്ടി കൊടുക്കി, നമുക്ക് ഈ പണിയല്ലല്ലോ. നമുക്ക് ഈ ആരെങ്കിലും വാച്ച് വിളിച്ചിട്ട് കൊടുക്കുന്ന പണി നമ്മൾ ഏറ്റെടുത്തില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ആ മനുഷ്യൻ ആ ബാഗ് എടുത്തിട്ട് മുങ്ങി. ഇത് ആര് കാണുന്നു? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു. കുറെ നേരമായി. അങ്ങനെ വീണ്ടും ഒരു വയോവൃദ്ധൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ, മൂന്ന് സീനാണ് കാണുന്നത്. വൃദ്ധനായ മനുഷ്യൻ തലയിൽ വിറകിന്റെ കെട്ടും കെട്ടി വേച്ച് നടന്ന് നൈൽ നദിയുടെ അടുക്കലേക്ക് എത്തി. അദ്ദേഹം തന്റെ വിറകിന്റെ കെട്ടൊരു സ്ഥലത്ത് ചാത്തി വെച്ച് അദ്ദേഹം പോയി കുളിച്ച് വെള്ളം കുടിച്ച് ഫ്രഷായി റാഹത്തായി എല്ലാം റിഫ്രഷായി അദ്ദേഹം പോകാൻ നേരത്ത് ആദ്യം പണത്തിന്റെ കെട്ട് നഷ്ടപ്പെട്ടു പോയ, ബാഗ് നഷ്ടപ്പെട്ടു പോയ കുതിര സവാരികൾ വളരെ വേഗതയിൽ ഓടി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പൈസന്റെ ബാഗ് അവിടെ കാണുന്നില്ല. പരത്തി നോക്കിയില്ല, അങ്ങനെ ആരുമില്ല. അങ്ങനെ ഈ വൃദ്ധനായ മനുഷ്യൻ ഇദ്ദേഹം ഇങ്ങനെ വിറകിന്റെ കെട്ടെടുത്ത് പോകാൻ നേരത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ പൈസന്റെ കെട്ട് കിട്ടിയോ, എന്റെ ബാഗ് നഷ്ടപ്പെട്ട് കിട്ടിയോ? ഇദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളല്ലാതെ മൂന്നാമത്തെ ഒരാൾ ഇവിടെ വരാൻ സാധ്യതയില്ല, ടൈമായിട്ടില്ല, നിങ്ങൾ തന്നെയാണ് എടുത്തത്. ഇത് ജനപാസിയുള്ള സ്ഥലമല്ല, നിങ്ങളെ എടുത്തതാണ്. വാക്കായി, ചർച്ചയായി, അടിപിടിയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ നല്ല ഊപ്പുള്ള കൈകൊണ്ട് ഒരു അടി വെച്ച് കൊടുത്തു. ഈ അടി കൊണ്ട് ഈ വൃദ്ധനായ മനുഷ്യൻ അവിടെ വീട് പിടഞ്ഞ് മരിച്ചു. ഇതെല്ലാം ആര് കാണുന്നു? മൂസാ അലൈഹിസ്സലാം കാണുന്നു. ഡൗട്ട് വരൂലേ? മൂസാ അലൈഹിസ്സലാം പോയ എന്തിനാ? തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നീതിമാനായ, ലോകത്തിൽ നീതി മാത്രം നടപ്പിലാക്കുമെന്ന് വിശ്വസിച്ചു കൊടുക്കുന്ന ആ റബ്ബിന്റെ പ്രവാചകനായി സെലക്ട് ചെയ്യാൻ പോകുന്ന പ്രവാചകനിക്ക് ആദ്യം ഡൗട്ട് വന്നു. നല്ല അക്രമിയാണോ എന്ന് തോന്നിപ്പോകും. മൂസാനബിക്ക് തോന്നിയിട്ടുണ്ടാവൂല, പ്രവാചകനാണ്. നമ്മളെപ്പോലെ ഈമാൻ കുറഞ്ഞോ നിങ്ങൾക്ക് ഡൗട്ട് വരൂലേ? അള്ളാഹുവിന് എല്ലാം കഴിവുള്ളവനാണ്. എന്നിട്ട് ആരോ പൈസ കെട്ട് ഏതോ പാവപ്പെട്ടവൻ അതിന്റെ അടി കൊണ്ട് മരിച്ചു. ആ മനുഷ്യന്റെ മനസ്സിൽ ഡൗട്ടായി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് കൈയുയർത്തി പടച്ചവനോട് ദുആ ചെയ്തു, പടച്ചോനെ, ഞാൻ വന്നത് നിന്റെ പ്രവാചകത്വം ഏറ്റെടുക്കാൻ, തൗറാത്ത് ഏറ്റുവാങ്ങാൻ, നിന്റെ പ്രവാചകനായി സെലക്ട് ചെയ്യുന്ന എനിക്ക് റബ്ബേ, ഇതെന്താണ് നിന്റെ പിന്നിലുള്ള രഹസ്യം? ആരോ പൈസ കൊണ്ടുപോയി ഏതോ ഒരുത്തന് വന്നിട്ട് അവിടെ വീട് പണിഞ്ഞ് മരിച്ചു. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ വിചാരിക്കുന്നു പലസ്തീൻ എന്തേ ഇങ്ങനെ, ഇറാൻ എന്തേ ഇങ്ങനെ, ഇറാഖ് എന്തേ ഇങ്ങനെ, അള്ളാന്റെ ഇടപെടാത്തത്, അള്ളാഹ് എന്നെ കാണുന്നില്ല എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരോട് നമുക്ക് ഇതിന്റെ തുടക്കം അറിയില്ല, ഇതിന്റെ ഒടുക്കം അറിയില്ല. ഇത് എന്ന് തുടങ്ങിയതാ അറിയോ? ജൂതന്മാരുടെ ഇന്നലകൾ കഥകൾ നമുക്കറിയോ? ഇറാഖിൻ ജനങ്ങളുടെ ഇന്നലകളുടെ കഥകൾ നമുക്കറിയോ? ഇറാനിന്റെ ജനങ്ങൾ ഇന്നലകൾ കഴിഞ്ഞ കാലങ്ങളിലൂടെ എന്ത് ചെയ്തു നമുക്കറിയോ?
നമുക്ക് അതിന്റെ ഹിസ്റ്ററികൾ അറിയുകയില്ല. പക്ഷെ അള്ളാഹു അതിന്റെ തർത്തീബോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കും. ഒരുപക്ഷെ ഇന്ന് പരാജയമാണെങ്കിൽ ഒരു സമയത്ത് അവർക്ക് വിജയം ഉണ്ടാവും. ഏതെങ്കിലും ഒരു അക്രമം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടിയായി അള്ളാഹു ദുനിയാവിന് കൊടുത്തിട്ടേ അവർക്ക് വിജയം കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട പോയി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, മൂസ, നിന്റെ താൽക്കാലിക കണ്ടുകൊണ്ട് നിന്റെ ചുരുങ്ങിയ അറിവ് വെച്ചിട്ട് എന്റെ നീതി നടക്കാൻ നീ വരണ്ട. നിനക്ക് ഇത്രേ കണ്ടിട്ടുള്ളൂ, ചെറിയ ഒരു ഇടയിലുള്ള ഒരു സീന് മാത്രമാണ് നീ കണ്ടത്. ഞാൻ ഇത് എന്ന് തുടങ്ങിയതൊന്നും നിനക്കറിഞ്ഞില്ല, ഇത് എന്നാണ് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൂസ, ആ മനുഷ്യനുണ്ടല്ലോ, ഈ കുതിരസവാരിക്കാരന്റെ ഈ പൈസ ആരുടെ പൈസയാണ്? ഈ കുതിരസവാരിക്കാരന്റെ ഉപ്പാനെ ഈ വൃദ്ധനായ മനുഷ്യൻ ഇതേ നൈൽ നദിയുടെ അടുക്കൽ പണ്ട് അവർ വാക്ക് തർക്കമായി കൊന്നിട്ടുണ്ട്. ആരെ ഉപ്പാനെ? ഈ കുതിരസവാരിക്കാരനെ ബാല്യക്കാരനില്ലേ, അദ്ദേഹത്തിന്റെ ഉപ്പയും ഈ കൊല്ലപ്പെട്ട വൃദ്ധനായ മനുഷ്യനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അടിപിടിയായി. അവർ തമ്മിൽ എന്തായി? നിസ്സാരമായ കാര്യത്തിന് വേണ്ടി അക്രമമായ നിലക്ക് ഈ വൃദ്ധൻ അദ്ദേഹത്തിന് അന്നത്തെ ആരോഗ്യമുള്ള സമയത്ത് ഇവന്റെ ഉപ്പാനെ കൊന്നു. ആ കൊന്നതിലേക്ക് തിരിച്ചു കൊല്ലാൻ അള്ളാഹു ഒരു വ്യവസ്ഥയാക്കി കൊടുത്തു. ഇനി പൈസ കൊണ്ടുപോയതോ? ആ കൊല്ലുന്നതിന്റെ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകനായ കുതിരസവാരിക്കാരനോട് ഒരു പണസഞ്ചി കൊടുത്തിട്ട് ഏൽപ്പിച്ചിരുന്നു. ഇതാ അദ്ദേഹത്തിലേക്ക് ചങ്ങായിമാരാണല്ലോ, അദ്ദേഹത്തിലേക്ക് ആ മനുഷ്യനിക്ക് ആട്ടുകളയായ മനുഷ്യരുണ്ടല്ലോ, അദ്ദേഹത്തിലേക്ക് ഒരു പൈസന്റെ കെട്ട് കൊടുത്തിട്ട് അമാനത്ത് ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇവരെ വിചാരിച്ചു ഉപ്പെങ്കിലും വെച്ചല്ലോ, ഉപ്പ തന്നത് അറിയില്ലാലോ, വസിയത്താക്കി വെച്ചെങ്കിലും പ്രശ്നമുണ്ടാ. ആരോടെങ്കിലും വസിയത്താക്കി എടുത്തൊരു ചങ്ങായി പറഞ്ഞത് മരിച്ചിട്ടാകുമ്പോ കുറെ ആൾ വസിയത്താക്കി വന്നിട്ട് വരുന്നു സ്ഥലം. ഏതെങ്കിലും മുതലാളിമാർ മരിച്ചിട്ടാകുമ്പോ എനിക്ക് അത് അത്ര വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്നത് വീണ്ടും ഞാൻ തരാന്ന് പറഞ്ഞിട്ട് വസിയത്താക്കി. അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും വഞ്ചിതരായിട്ട് ആരെങ്കിലും വഞ്ചനയോട് വാങ്ങിയാൽ നമുക്ക് ഹലാലാവൂല, അത് വേറെ കാര്യം. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത പൈസനെ ഇദ്ദേഹം കൊടുത്തില്ല, മുക്കി അദ്ദേഹം ഉള്ളിലേക്ക് ഇട്ട് അദ്ദേഹം ചായ കുടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ തുകനെ ഈ മനുഷ്യർക്ക് കൊടുക്കാൻ അല്ലാഹു ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അല്ലാഹു എന്താണ് ഇവിടെ തീരുമാനിക്കുക, അല്ലാഹു എന്താണ് ഇവിടെ കാര്യങ്ങൾ നടത്തുക, അല്ലാഹുവിന്റെ പ്രത്യേകമായ അറിവ് അത് സൃഷ്ടികളായ നമുക്ക് അത് അറിയാൻ, നമുക്ക് പരിപൂർണമായി അറിയാൻ സാധ്യമല്ല. പിന്നെ നമുക്ക് നിയമങ്ങളുണ്ട്. ഇങ്ങനെ ശറഈന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെ വിധി നടത്താം, നടപ്പിലാക്കാം, ദുആ ചെയ്യാം, റബ്ബിനോട് ദുആ ചെയ്യാം, അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ കണ്ടുകൊണ്ട് നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ അല്ലാഹുവിനോട് മനമുരുകി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നല്ലാതെ അല്ലാഹുവിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ഉണ്ടായി പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം പലർക്കും അങ്ങാടിയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പലതും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ആ രാജ്യക്കാർ ഇങ്ങനെ, ഇറാൻ എങ്ങനെ, അതൊന്നും നമ്മൾ പറയേണ്ട. നമുക്ക് അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കണം. നമുക്ക് അതേ ചെയ്യാൻ കഴിയൂ. നമുക്ക് പോയി അവരെ സഹായിക്കാൻ കഴിയുമോ? നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. കാരണം നിരപരാധികളായ ജനങ്ങൾ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ്, നിരപരാധികളായ ആളുകളെ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ്. അതിലൂടെ എത്രയോ ആളുകൾ നിരപരാധികൾ മരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബ അസാബൽ അദാബു മൻ കാന ഫീഹാ തുമ്മ ബുഇതു അലാ അഅമാലിഹിം. ഒരു ഖൗമിനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അസാബൽ അദാബു മൻ കാന ഫീഹാ, എല്ലാവരിലേക്കും എത്തും. ഞാൻ പഴയ കാലത്തെ ആൾക്കാരൊക്കെ പറയുന്നില്ലേ, വണക്കിന്റെ കൂടെ എന്ത് കത്തും? പച്ചയും കത്തും എന്ന് നമ്മൾ പഴയ ആൾക്കാർ പറയുന്നില്ലേ? അതുപോലെയാണ് അള്ളാഹുവിനെ ഖൗമിനെ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും വരും. കള്ളുകുടിയന്റെ വീട്ടിലേക്ക് മാത്രമല്ല ശിക്ഷ വരുന്നത്, വ്യഭിചാരിയുടെ വീട്ടിലേക്ക് മാത്രമല്ല ശിക്ഷ വരുന്നത്, അക്രമിയുടെ വീട്ടിലേക്ക് മാത്രമല്ല. ബോംബർ വിമാനങ്ങളിലൂടെ പാവപ്പെട്ടവർ കൊല ചെയ്യപ്പെടുമ്പോൾ അക്രമിയായ വാലിബ് മാത്രമല്ല കൊല ചെയ്യുന്നത്, ഒരുപാട് നിരപരാധികളായ ആളുകൾ, ഒരുപാട് പിഞ്ചുമക്കൾ, ഒരുപാട് സ്ത്രീകൾ കൊല്ലപ്പെട്ടേക്കാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തുമ്മ ബുഇതു അലാ അഅമാലിഹിം, അവരുടെ അമൽ അനുസരിച്ചുകൊണ്ട് അവർക്ക് ശുഹദാക്കളുടെ പദവി അല്ലാഹു കൊടുക്കും. ആഖിറത്തിൽ വലിയ പദവി കൊടുക്കും. ആ പദവി കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും, ദുനിയാവിൽ നമ്മൾ വിചാരിച്ചു എത്രയോ പാവപ്പെട്ട ജനങ്ങൾ മരിച്ചുപോയല്ലോ, പാവപ്പെട്ട ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടല്ലോ, നമ്മുടെ മനസ്സിൽ ബേജാറുണ്ട്. പക്ഷേ അവർക്ക് അല്ലാഹുവിന്റെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, പരലോകത്തേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം കാണുമ്പോൾ അവർ വിചാരിക്കും, പടച്ചവനെ ഇങ്ങനെയുള്ള ഒരു മഹാദുരന്തം സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക്
നമുക്ക് ഇത്രയും വലിയ ദറജ, ഇത്രയും വലിയ പദവി അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് പരലോകത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുന്ന ഒരു ദിവസം വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധമായ ഈ മാസത്തിലൂടെ ബദരീങ്ങളെ നമ്മൾ സ്മരിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് സഹിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗത്തിന്റെ 1000-ലക്ഷം നമ്മുടേതായിരിക്കുന്ന ഇന്ത്യ ജനങ്ങൾക്ക് കാണുന്ന ജനങ്ങൾ, രാജ്യക്കാർ അവർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മഹാന്മാരായ ബദരീങ്ങൾ എല്ലാം തിരിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഭാര്യ മക്കളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബദറിന്റെ പോർക്കളത്തിലേക്ക് പോയ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അവർ ജീവിച്ചത് കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് നമുക്ക് ദീനിന്റെ തനതായ രൂപം ഇവിടെ ബാക്കി കാണുന്നത്. ഈ കാണുന്ന പള്ളി, ഈ കാണുന്ന മനോഹരമായ അന്തരീക്ഷം എല്ലാം ഇവിടെ നിലനിൽക്കുന്നത് ബദരീങ്ങൾ കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആ ബദരീങ്ങളെ നമ്മൾ സ്മരിക്കണം. ഓരോ സ്വഹാബത്തിന്റെ കഥകൾ എന്തായിരുന്നു? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആരായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? ലോക ചരിത്രം കണ്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പണക്കാരനാണ്. നമ്മളൊക്കെ വിചാരിച്ചത് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ഏതോ മിസ്കീനന്മാർ പള്ളിയിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ദിക്ർ ചൊല്ലിട്ട് ഏതോ മുണ്ടാസൊക്കെ കെട്ടിട്ട് കുറെ സീനുകളെല്ലാം കാണും, കുറെ ഇങ്ങനെ അഭിനയവാദികളൊക്കെ കുറെ സ്വഹാബത്തിന്റെ മഹാന്മാരുടെ പൊങ്കാല ആളുകളുടെ വൈദ്യശേഖരന്റെ കോലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ റൗണ്ട് മുണ്ടാസൊക്കെ കെട്ടിട്ട് ഒരു പഴയ കണ്ടിട്ടുണ്ട്. ഒരു പണ്ട് നമ്മുടെ നാട്ടിലെ ഖലീഫമാർ എന്ന് പറഞ്ഞൊരു ടീം വന്നോണ്ടായി ഇവിടെ ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ പേര് ഖലീഫമാർ അല്ലെ, താഴെ കൊണ്ടിക്കൊണ്ട് ഇപ്പം 10-15-20 കൊല്ലം മുമ്പ് വലിയ ഒന്നിങ്ങനെ കെട്ടിട്ട് അത് കൊണ്ടിട്ട് അള്ളാഹ് ബദരീങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിക്കുന്ന ടീം, അങ്ങനെയുള്ള കോലം കെട്ടിയ സ്വഹാബത്തിന്റെ കുറെ ഫോട്ടോസുകൾ. അങ്ങനൊന്നുമല്ല. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? വലിയ കോടീശ്വരന്മാരായിരുന്നു സ്വഹാബത്ത്. എങ്ങനെയുള്ള കോടീശ്വരന്മാർ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജീവിച്ച വലിയ പണക്കാരനാണ്. മക്കം ഫതഹിന്റെ സമയം ഇസ്ലാമിന് വേണ്ടി അവിടെ പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എത്രയോ 800,000 വരുന്ന അത്ര സ്വർണ്ണ നാണയങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി കൊടുത്തു സമർപ്പിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിച്ചു, അബ്ദുറഹ്മാൻ എന്തുണ്ട് ബാക്കി? എല്ലാം നീ കൊണ്ടുവന്നിട്ട് തന്നതാ? ആ സമയത്ത് പറഞ്ഞു, ഇതിനേക്കാളും ഹൈറായത് ഞാൻ അവിടെ ഫരീദ് ബാക്കി വെച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ബാക്കിയുള്ളത്? ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും റസൂലുള്ളാഹി തങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രതിഫലവും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ഫി അംവാലിക്, നിന്റെ മുതലിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അനുഭവിച്ചു. എങ്ങനെയെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മദീനത്തെ തെരുവിലൂടെ നടന്നു പോകുമ്പോ വെറുതെ ഇങ്ങനെ ഒരു കല്ലിനെ, ഒരു പാറക്കല്ല് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിന്റെ അടിയിൽ എനിക്ക് സ്വർണം കിട്ടും. സ്വർണം കൊണ്ട് നിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കണക്കുകാരൻ വന്നിട്ട് കുട്ടിയവന്റെ മാളത്തിൽ പറമ്പിൽ പോയിട്ട് ഒക്കാൻ പോണ്ട. അതൊക്കെ ഇന്ന് രാജ്യത്ത് ദ്രോഹ കുറ്റങ്ങളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് അതുകൊണ്ട് ഇതിന്റെ എത്രയോ ഒരു ടീം ആൾക്കാർ ഒരു നിധി എടുക്കുന്ന ഒരു ടീമുണ്ട്. എന്നിട്ട് പാവങ്ങളെ വഞ്ചിക്കുകയാണ്. എങ്ങനെ? ഞാൻ നിധി എടുത്തത് ഇത്ര പെർസെന്റേജ് തരികയാണെങ്കിൽ എന്നിട്ട് ഓൻ പറയും, കള്ളന്മാർ പറയും, അതിന്റെ ചെലവ് മുഴുവൻ നീ നോക്കണം. അങ്ങനത്തെ ആരെങ്കിലും വന്നെന്ന് പറയണോ? ചെലവല്ല നീ നോക്കിയിട്ട് കിട്ടിയെങ്കിൽ അതിന് 10% കിട്ടും, 90%. അപ്പൊ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഇന്നെന്താക്കണം? ഇതിന്റെ ചെലവിന് പൈസ ഉസാക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കല്ലിങ്ങനെ വെറുതെ പൊക്കിയാൽ അതിന്റെ അടിയിൽ നിന്ന് സ്വർണ്ണമോ വെള്ളിയോ കിട്ടും. അങ്ങനെ കോടീശ്വരനായ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, അത് കിട്ടുന്നത് അബ്ദുറഹ്മാന്റെ ഭാഗ്യമല്ല, നീ സ്റ്റാർ അടിച്ചു നമ്മൾ പറയാതെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നീ ഭയങ്കര സ്റ്റാർ ഉള്ള ആളാണ്. മാഷാ അല്ലാഹ്, അള്ളാന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ പറയില്ല. നമ്മൾ കച്ചവടത്തിൽ ഭയങ്കര ഒരു കാർ കച്ചവടാക്കിയിട്ട് എന്തായി? 1,00,000 രൂപ കാറിൽ ലാഭമായി. അല്ലെങ്കിൽ ഒരു സ്ഥലം കച്ചവടാക്കി 5,00,000 രൂപ ലാഭം കിട്ടി. നീ ഭയങ്കര സ്റ്റാറിന്റെ ആള്, നീ പൊന്നന്റെ ഞാൻ കൊത്തുണ്ടോ? നീ ഭയങ്കര സ്റ്റാർ അടിക്കുന്ന ആള് അല്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ പറയില്ല. ഏതൊന്നും തരുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമല്ലേ? ലാഭം തരുന്നതും നഷ്ടം തരുന്ന അല്ലാഹുവല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതെല്ലാം നിമിത്തങ്ങൾ ആ പ്രാർത്ഥനയാണ്. എങ്ങനെ ആ പ്രാർത്ഥന കിട്ടി? എന്റെ ജീവിതത്തിൽ അധ്വാനിച്ച മുഴുവൻ സമ്പത്തും ഇസ്ലാമിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി ചെലവഴിച്ചപ്പോൾ എനിക്ക് അല്ലാഹു തന്നതാണെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനത്തിലൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. മഹാനായ
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഖമീസിലൂടെ അത്തറിന്റെ കര കണ്ടു. അത്തറിന്റെ കര. മഹാന്മാരായ സ്വഹാബത്ത് ഇങ്ങനെ നോക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ അത്തറിന്റെ കരയും ഈ അത്തറിന്റെ സുഗന്ധവും ആദ്യ രാത്രി കല്യാണം കഴിഞ്ഞ പുതുമാപ്പിള ഉപയോഗിക്കുന്ന അത്തറാണല്ലോ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അത്തർ പൂശാൻ കാരണം? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി കല്യാണം കഴിഞ്ഞതാ. സ്വഹാബത്തിന് പോലും അറിയില്ല. ആർഭാടങ്ങളില്ല, ആഹ്ലാദങ്ങളില്ല, ആഡംബരങ്ങളില്ല, അമിതമായ ഇസ്രാഫുകളില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ സുന്നത്തനുസരിച്ച് വിവാഹം ചെയ്തു. പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? എത്രയോ ഊങ്ങിയ സ്വർണ്ണങ്ങൾ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അനുഭവിച്ച ത്യാഗത്തിന്റെ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കഷ്ടതയുടെ അധ്വാനത്തിന്റെ ഫലങ്ങളല്ലേ നമ്മൾ ഈ സന്തോഷിക്കുന്ന സന്തോഷങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിനോടുള്ള ആർത്തി നമ്മൾ കൂടിയെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് വരുന്ന പരാജയത്തിന്റെ ഒരു കാരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. ഒരു ഭക്ഷണത്തലികയിലേക്ക് ആളുകൾ ഭക്ഷണത്തോട് ആർത്തിയുള്ള ജനങ്ങൾ തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ ഉച്ച സമയത്ത്, ഉദാഹരണം ഉച്ച സമയം കണ്ട് ഇപ്പൊ നോമ്പ് തുറക്കുന്ന സമയങ്ങൾ കൂട്ടിക്കോ, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം, ഒരു 10 ഐറ്റം ഫ്രൂട്ട്സും ഒരു 5-8 വക എണ്ണക്കടികളും നല്ല ഒരു 5-6 ജ്യൂസ് ഐറ്റമുകളും ഇതെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓനിങ്ങനെ മനസ്സുകൊണ്ട് പ്ലാൻ ഇടുന്നത്, ആദ്യം കുടിക്കുന്നത്. അപ്പൊ ഓന് പറഞ്ഞു, ഞാനൊരു കിഡ്നിന്റെ ഡോക്ടർ പറഞ്ഞിന് പുളിയില്ലത് ഇത് ഒന്നിച്ചിട്ട് തിന്നുകൂടാ, അത് കുടിച്ചെങ്കിൽ കിഡ്നി അടിച്ചു പോകും. അങ്ങനെ ഓനെല്ലാം കൊണ്ടത് ഒന്നോടെ തിന്നാൻ വേണ്ടി നോക്കും. പള്ളിയിൽ നിന്ന് മുക്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഉണ്ടല്ലേ ഒരു കാവണിക്കുറിന്റെ മൈക്കസരി ചൊട്ടി നോക്കി എല്ലാവരും നോക്കുമ്പോ ചിലപ്പോ സൗണ്ട് ശരിക്കും ടെസ്റ്റ് ആക്കുമല്ലോ. ചിലപ്പോ 5 മിനിറ്റും ടെസ്റ്റ് ആക്കി നോക്കി ഈ സൗണ്ട് കേൾക്കുന്നവരുടെ സകലം നോക്കുമ്പോൾ ഇതിങ്ങനെ പിടിച്ചിങ്ങനെ താക്കാണ് ഇത് തൊള്ളയിലേക്ക് തള്ളാൻ അല്ലെ ബിസ്മി അതെല്ലാം പറയുന്നത് വിജ്ഞാനത്തിന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നോമ്പെല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്ക് വരുമ്പോ പറയാൻ വിട്ടുപോയത് ഈ തിന്നുന്ന ഈ തിരക്കിൽ ഇതെല്ലാം പിന്നെ വിട്ടുപോയി. ഇതിന്റെ ഇടയിൽ ഇതൊന്നും ഓർമ്മയില്ല. എന്നിട്ട് പറയുന്നല്ലോ പിന്നെ നോക്കിയിട്ട് തുറന്നിട്ട് എപ്പോ ചെല്ലും മതിയല്ലോ, ഇത് ചെല്ലാൻ നമുക്ക് സമയമില്ല. എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഭക്ഷണത്തലികയിലേക്ക് ആളുകൾ തിന്നാൻ ആർത്തി കൂട്ടിക്കുന്നത് പോലെ, ആ ഭക്ഷണത്തിന് തിന്നാൻ കാണിക്കുന്ന പോലെ ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ മുസ്ലിമീങ്ങളെ തകർക്കാൻ, ഇസ്ലാമിനെ തകർക്കാൻ അവർക്ക് ഇന്നൊരു ഇറാൻ ആണെങ്കിൽ ഒരു ഇറാൻ മാത്രം അവർക്ക് അവരുടേതായിരിക്കുന്ന ആഗ്രഹങ്ങളല്ല. ഒരു അഫ്ഗാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതോടുകൂടെ തീരും, ഒരു ഇറാഖ് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതോടെ കഥ കഴിയും. ഒരു ഇറാനാണ് അവരുടെ കാര്യം. ആ ഇറാൻ കഴിയുമ്പോൾ അവരുടെ ആഗ്രഹം തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കണ്ട. ഒന്നൊന്നായി ഓരോന്നിന്റെ ബാക്കിൽ ഓരോന്നായി അടിച്ചു തകർക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ആ ഭക്ഷണം തിന്നാൻ ആർത്തി കാണിക്കുന്നത് പോലെ ഇസ്ലാമിനെ തകർക്കാൻ അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാത്തു നിൽക്കും. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? അന്ന് മുസ്ലിമീങ്ങൾ കുറവായിരിക്കുമോ? സ്വഹാബത്തിലേക്ക് നോക്കുമ്പോ നമ്മൾ കുറവാണോ? അവർ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. ചോദിച്ചു, നബിയെ മുസ്ലിമീങ്ങൾ കുറഞ്ഞത് കൊണ്ടാണോ, ആയുധം കുറഞ്ഞത് കൊണ്ടാണോ, പട്ടാളം കുറഞ്ഞത് കൊണ്ടാണോ? അല്ല, ഇന്ന് ഇറാനിന്റെ പട്ടാളത്തിന്റെ സംഖ്യ എത്രയോ ലക്ഷക്കണക്കിനാണ്, എത്രയോ ലക്ഷം. ഇറാനിന്റെ പട്ടാളം അങ്ങനെ ലോക രാജ്യങ്ങളിൽ മുഴുവനും പട്ടാളങ്ങളും ആയുധങ്ങളും ബോംബർ വിമാനങ്ങളും റെഡിയാക്കി വെക്കുന്നതിന് പകരം ഈമാനിയായ നിനക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് കൈ നീട്ടാൻ പറ്റുന്ന ഒരു ഈമാനിയായ ഖുവ്വത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ഉണ്ടാകാത്ത കാലത്തോളം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമാണെന്നതിന്റെ പേരിൽ വിജയം കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. അവർ
പേര് കൊണ്ട് മുസ്ലിം ആയതുകൊണ്ട്, അവരുടെ ഡ്രസ് കൊണ്ട് മുസ്ലിം ആയതുകൊണ്ട്, തറവാടിത്തം കൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിലേക്ക് കൈ നീട്ടുന്ന ഈമാനുള്ള കരങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവരുടെ ഹൃദയത്തിൽ നിന്ന് ശത്രുക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ നിന്ന് പേടി അള്ളാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു. ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ കണ്ടാൽ പേടിയില്ല, സ്വഹാബത്തിനെ കണ്ടാൽ പേടിയുണ്ടായിരുന്നു. ബദറിലേക്ക് പോയ സ്വഹാബത്തിനെ കണ്ടപ്പോൾ പേടി. ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് വരുന്ന ഒരു സ്വഹാബിയുടെ ചരിത്രം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ യുദ്ധക്കളത്തിലേക്ക് പോകണം ആഗ്രഹമുണ്ട്, ആയുധമില്ല. എന്തെങ്കിലും ഒന്ന് തരുമോ? ആഗ്രഹമാണ്. റസൂലുള്ളാഹി തങ്ങൾ അടുത്തുണ്ടായിരുന്ന ഈത്തപ്പനത്തിന്റെ മടലെടുത്തിട്ട് ആ സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു, നീ പോരാടിക്കോ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തെങ്ങിന്റെ മടല് എന്ന് വിചാരിച്ചോ. ഈത്തപ്പന മടൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുപോലെയുള്ള തന്നെ ഒരു തെങ്ങിന്റെ ഒരു മടല്. ആ മടലെടുത്തിട്ട് കൊടുത്തു, നീ ഇതിൽ യുദ്ധം ചെയ്തോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബറക്കത്തുള്ള മടൽ, ആ മടൽ കൊണ്ട് സ്വഹാബത്ത് പറയുകയാണ്, അദ്ദേഹം യുദ്ധക്കളത്തിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെ ഒന്നടങ്കം തുരുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. വാളല്ല, പരിചയമില്ല, ബോംബർ വിമാനമില്ല, വെറും ഒരു മടൽ കൊണ്ട് യുദ്ധക്കളത്തിൽ നേടിയ വിജയം ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഖൗഫ് കൊടുത്തു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടില്ലേ? യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ യുദ്ധക്കളത്തിലുള്ള ദിവസങ്ങളോളം വിജയപരാജയം കിട്ടാതെ വന്നപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അടുക്കലേക്ക് അമീറുൽ ഖലീഫയുടെ അടുക്കലേക്ക് ആളയച്ചു. പട്ടാളം കുറവാണ്, ഒരുപാട് ആളുകൾ ഷഹീദായി പോയിട്ടുണ്ട്, എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് സ്വഹാബത്തിനെ പറഞ്ഞേക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇല്ല, ആൾബലം കൊണ്ട് ഭൂരിപക്ഷം കൊണ്ട് വിജയം കിട്ടുന്നതിന് മതമല്ല ഈ മതം. ഇസ്ലാമിന് ഭൂരിപക്ഷം നോക്കിയിട്ട് വിജയം കിട്ടൂല. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന്റെ തിരക്കിന്റെ ഇടയിലൂടെ വല്ല സുന്നത്തും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തണം. പട്ടാളത്തിന്റെ ക്യാപ്റ്റനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഓരോ പ്രവൃത്തി ഇങ്ങനെ പരിശോധിച്ചു. നബിയുടെ സുന്നത്തിന് വിരുദ്ധമാണോ, നബിയുടെ സുന്നത്ത് അനുസരിച്ചിട്ടാണോ? അങ്ങനെ എല്ലാം പരിശോധിച്ചു നോക്കുമ്പോ അദ്ദേഹത്തിന് സുബഹിന്റെ സമയത്ത് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സ്വഹാബത്ത് വുദൂ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്തിട്ടില്ല. ലൗലാ അൻഷുക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്വാക്ക്, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടിനെ പേടിച്ചില്ലായിരുന്നെങ്കിൽ മിസ്വാക്ക് 5 വക്ത് നിസ്കാരത്തിൽ കട്ടായമാക്കുമായിരുന്നു, നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആ സുന്നത്ത് അവർ സ്വഹാബത്ത് വിട്ടുപോയിട്ടുണ്ട്. ഒരു കെട്ട് അറാഖിന്റെ പൊതി യുദ്ധക്കളത്തിലേക്ക് കൊടുത്തയച്ചു. പിറ്റേ ദിവസം യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സ്വഹാബത്ത് ഒരു കയ്യിൽ വാളാണെങ്കിൽ ഒരു കയ്യിൽ ഹബീബിന്റെ സുന്നത്തിനെ ഹയാത്താക്കിക്കൊണ്ട് പോകുന്ന ആ ബറക്കത്തുള്ള സ്വഹാബത്തിനെ കണ്ടപ്പോൾ ശത്രുക്കളുടെ ഉള്ളിലൂടെ ഖൗഫിട്ടു, അല്ലാഹു ഇട്ടുകൊടുത്തു, അല്ലാഹു പേടിയിട്ട് കൊടുത്തു. ചർച്ച ചെയ്യാൻ തുടങ്ങി, അവർ തമ്മിലൂടെ പറയാൻ തുടങ്ങി, ഒരു ജീവിക്കാൻ വന്നവരല്ല, മരിക്കാൻ വന്നവരാ. ശത്രുക്കൾ എന്തിനാ വന്നത്? മരിക്കാൻ വന്നതല്ല, ഗനീമത്തിന് വന്നതാ. ഗനീമത്തിന് വന്നതാ. ശത്രുക്കൾ ഒരു ശത്രുവും അവർ യുദ്ധക്കളത്തിലേക്ക് പോയത് ഗനീമത്തിന് വേണ്ടിയിട്ടാണ്, ലാഭത്തിന് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്ത് കാണുന്നില്ലേ, മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തനെ കഞ്ചാവും കള്ളും കൊടുത്തിട്ട് അവനെ രേസാക്കി വിടുന്നെങ്കിൽ അവർക്ക് ലക്ഷ്യം ഇവനെ കൊല്ലലല്ല, അവരിൽ നിന്ന് കിട്ടുന്ന സ്വാർത്ഥമായ ലാഭങ്ങൾ, അവരിൽ നിന്ന് കിട്ടുന്ന ഓഫറുകളാണ്. ഇങ്ങനെ ശത്രുക്കൾ വരുന്നത് ഗനീമത്ത് കിട്ടണം, ഇവിടെ നിന്ന് ലാഭങ്ങൾ കൊയ്യണം എന്ന് നടക്കുക. അവർ വിചാരിച്ചു ഇവർ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ്. അവർ പറഞ്ഞു, തമ്മിൽ പറയാൻ തുടങ്ങി, ഞാനില്ല, നാണില്ല, നാണില്ല, ഇല്ല ഇല്ല എല്ലാം ഇല്ല, ലാസ്റ്റ് ആരുമില്ല, എല്ലാം ആർക്ക് കിട്ടി? സ്വഹാബത്തിന് ഗനീമത്തിന്റെ പൊതിയുമായി മദീനത്തെ പള്ളിയിലേക്ക് വന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ വന്ന് സുബഹിന്റെ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ മദീനത്തെ പള്ളിയിലൂടെ ആൾക്കൂട്ടങ്ങൾ കൂടിയിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്നുകൊണ്ട് കരയുകയാണ്. മിഹ്റാബിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ എഴുന്നേറ്റില്ല, കരയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഇങ്ങനെ കരയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെ, എനിക്ക് എന്റെ ഹബീബിന്റെ വചനം ഓർമ്മ വരികയാണ്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും ഫിത്ന വന്നിട്ടുണ്ട്. മൂസാ നബിയുടെ ഖൗമിന് വന്ന ഫിത്ന വേറെ, ഈസാ നബിയുടെ ഖൗമിന് വന്ന ഫിത്ന വേറെ, ഓരോ പ്രവാചകന്മാരുടെ കാലത്ത് വന്ന ഫിത്ന വേറെ. എന്റെ സമുദായത്തിലേക്ക് വരുന്ന ഫിത്ന അത് മുതൽ കൂടലാണ്.
അതുകൊണ്ട് വിവിധങ്ങളെ കാലത്ത് ഒരൊരാളും സുന്ദരമായ വീട്ടിൽ താമസിച്ചിട്ടില്ല, നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായി കിട്ടിയ ഇത്രയും സ്വത്തുക്കളെ ഇതാ കൊണ്ടുവന്നിട്ട് ഇത് ഓഹരിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ ഇതാ ലൈനായി നിൽക്കുന്ന സ്വഹാബത്തിനെ കണ്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചിന്തിച്ചു പോയി, ഞാൻ ഈ ഗനീമത്ത് ഇവർക്ക് ഓഹരി വെച്ചു കൊടുത്താൽ ഇവർ ഈമാനിന് കൂട്ടം വരുമോ, ഇവർ തഖ്വക്ക് അടി വരുമോ, ഇവർക്ക് അല്ലാഹുവിനെ ഓർക്കുന്നതിന് സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധക്കളത്തിലേക്ക് കൊടുത്തയച്ച ഒരു സുന്നത്ത് കണ്ടപ്പോൾ അവർക്ക് പേടിയായി. അവർ ശത്രുക്കൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനെ, ആയുധം കൊണ്ട് ഇസ്ലാം ഇവിടെ കഅബത്ത് നടത്തിയിട്ടേ ഇല്ല. ഒരു യുദ്ധവും ആയുധം കൊണ്ട് ഇവിടെ ഇസ്ലാമിനെ മുഴുവൻ പ്രബോധനം ചെയ്തതാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ആയുധ ബലങ്ങളെ കൊണ്ട് യുദ്ധക്കളത്തിൽ പോയി വിജയം കിട്ടിയ ചരിത്രങ്ങളില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ കണ്ട പേടി പോയി അന്ന് എടുത്തു കളഞ്ഞു. നമ്മളെ പേടി ഓർക്കില്ല, ശത്രുക്കൾക്ക് നമ്മളെ പേടിയേ ഇല്ല, തങ്ങന്മാരെ പേടി അവർക്കില്ല, ഔലിയാക്കന്മാരെ പേടി അവർക്കില്ല. പഴയ കാലത്ത് പള്ളിന്റെ അടുക്കിലേക്ക് വന്നാൽ കൂപ്പുകുത്തി ശരണമായിരുന്ന ഇവിടുത്തെ അമുസ്ലിമീങ്ങളായ ആളുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ നാട്ടിലെ പഴയ ആജിയാക്കന്മാർ, നമ്മുടെ ജമ്മിമാരായ പഴയകാല നമ്മുടെ മുത്തവല്ലിമാരായ ആളുകൾ, അവരുടെ അടുക്കിലേക്ക് ഇവിടുത്തെ അമുസ്ലിമീങ്ങളായ ആളുകൾ ശരണമായിരുന്നു. അവർ ഇന്നോ അങ്ങനെയുള്ള ആളുകളെ തകർക്കാൻ, അവരോട് യുദ്ധം ചെയ്യാൻ, ഏറ്റുമുട്ടാൻ അവർ തയ്യാറാകുന്നു. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലം യൻസറന്നല്ലാഹു മിൻ ഖുലൂബി അദുവിക്കും വൽ മഖാഫത മിൻകും വല യഖ്രിഫന്ന ഫീ ഖുലൂബിക്കും വൽ വഹൻ. ആ മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു വഹൻ എന്ന് പറയുന്ന ക്യാൻസർ വന്നിട്ടുണ്ട്. ക്യാൻസറിനേക്കാളും അപകടകരമായ രോഗം 114 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ക്യാൻസർ വന്നാൽ അതിന് ചികിത്സകളുണ്ട്, അതിലേക്ക് മരുന്നുകൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ അവസ്ഥകളും ചികിത്സകളും നടത്തുന്നു. എന്നാൽ 114 ഹബീബായ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിൽ വഹനം എന്ന് പറയുന്ന ഒരു രോഗം വന്നുകൂടി. ചോദിച്ചു, എന്താണ് നബിയെ വഹന്, എന്താണ് ആ രോഗം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, രണ്ട് കാര്യം, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിലുള്ള ആർത്തി, ദുനിയാവിലുള്ള അങ്ങേയറ്റത്തെ ആസ, ദുനിയാവിലുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക്, വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കുന്നതിനെ തൊട്ടുള്ള പേടി. ഈ രണ്ട് കാര്യം സ്വഹാബത്തിന് രണ്ടും ഇല്ലാത്തതായിരുന്നു. അവർക്കാണ് അതുകൊണ്ട് വിജയം കിട്ടിയത്. എല്ലാ യുദ്ധക്കളത്തിലേക്ക് പോയത്, തബൂക്കിന്റെ യുദ്ധക്കളം നമുക്കറിയാം, ലക്ഷക്കണക്കായ ജൂതന്മാർ, ആ ജൂതന്മാരോട് ഏറ്റുമുട്ടിയിട്ട് സ്വഹാബത്തിന് വിജയം കിട്ടിയത് യുദ്ധം പോലും നടത്തേണ്ടി വന്നില്ല. എന്തേ? അവർക്ക് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത് രണ്ട് രോഗവുമില്ല. എല്ലാ യുദ്ധക്കളത്തിലും അങ്ങനെ അവർ ദുനിയാവിലുള്ള ആർത്തി അവർ മനസ്സിലുണ്ടായിരുന്നില്ല. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുകയാണ്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആരാ? രാജാവിനെ പോലെ, രാജപുത്രനെ പോലെ വലിയ സുന്ദരനായ സുമുഖനായ നല്ലൊരു ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, വലിയ മഹാനാണ്. മക്കത്തിലൂടെ അദ്ദേഹത്തിനെ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു ആ നാട്ടിലുള്ള പെൺകുട്ടികൾ. സുന്ദരനാണ്, വലിയ പണക്കാരന്റെ മോനാണ് മിസ്അബ് ഇബ്നു ഉമൈർ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈമാനിയായ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സകല ആഗ്രഹങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ല സുന്ദരനായി ഓരോ ദിവസത്തിൽ 3 തവണ വസ്ത്രം ചേഞ്ചിയാക്കിയിരുന്ന മഹാനെന്നാണ്. രാവിലെ ഇട്ട ഡ്രസ് ഉച്ചക്കിടൂല, ഉച്ചക്കിട്ട ഡ്രസ് രാത്രിയുടെ അക്കാലത്ത് അത്ര വലിയ പണക്കാരന്റെ മോനാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, ഉഹദിന്റെ പോർക്കളത്തിൽ പോയി മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഇന്നും കാണാമുള്ള ബഹുമാനപ്പെട്ടവരുടെ ഖബർ. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സ്വഹാബത്ത് പറയുന്നു, അദ്ദേഹത്തിന്റെ കഫൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു തുണി കൊണ്ട്, ഒരു ഡ്രസ് കൊണ്ട്, ഒരു മുണ്ട് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരമാകെ മൂടാൻ വേണ്ടി നോക്കുമ്പോ തലമറച്ചാൽ കാല് ഒടിവാകുന്നു, കാല് മറച്ചാൽ തല ഒഴിവാകുന്നു. ഒരു കഫൻ തുണി വാങ്ങാൻ പോലും അവരുടെ കയ്യിൽ പൈസയില്ല, പണമില്ല. ആർക്ക്? കോടാനക്കോടി സമ്പത്തുണ്ടായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ. എന്തുകൊണ്ട്? കഞ്ചാവ് വെച്ച് തീർന്നതാണോ? ഏതെങ്കിലും കർമ്മസംഘത്തിൽ പോയി കച്ചവടത്തിൽ വഞ്ചന ചെയ്യപ്പെട്ടതാണോ? എത്രയോ ആളുകൾ ഉള്ള സ്വത്തും ഭാര്യയുടെ സ്വർണവും സ്വന്തം വീടും പറമ്പും മുഴുവനും
ഓൺലൈൻ ബിസിനസ്സിലേക്ക് പാർട്ണർഷിപ്പ് കൊടുത്തിട്ട് ഇന്ന് മുങ്ങി ദേശാന്തരിയായി ആത്മഹത്യ ചെയ്തവന്റെ കഥ നമ്മുടെ ഈ കർണാടകയുടെ ഈ സൗത്ത് കേരളയുടെ പല ഭാഗത്തും നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദുനിയാവിലുള്ള ആർത്തിയല്ലേ അവർ അതിലേക്ക് പ്രേരിപ്പിച്ചത്? 1 ലക്ഷമുള്ളവനിക്ക് 3 ലക്ഷം കിട്ടുമെന്ന് ആഗ്രഹം വന്നപ്പോൾ 1 ലക്ഷത്തിനെ കൊണ്ടുപോയി ഏതോ പരിചയമില്ലാത്തവന്റെ ഏതോ ഫേക്ക് അഡ്രസ് ഉണ്ടാക്കിയവന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ സന്നദ്ധനായത് ദുനിയാവിലുള്ള ആർത്തിയല്ലേ എന്നതിലേക്ക് പ്രേരിപ്പിച്ചത്. ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത മഹാനായ അവസാന ചരിത്രം പറയുന്നു. അദ്ദേഹത്തിന്റെ സ്വഹാബത്തിന്റെ അഭിപ്രായമായി തല മറക്കണോ, കാല് മറക്കണോ, തല മറക്കണോ, കാല് മറക്കണോ. എല്ലാവരും ഐക്യകണ്ഠമായി സ്വഹാബത്ത് ഇത്തിഫാഖായി പറഞ്ഞു, തല തുണി കൊണ്ട് മൂടാം, തലയും മുടിയും മുഖവും തുണി കൊണ്ട് മൂടാം. കാൽ ഭാഗത്തേക്ക് ഇദ്ഖ്റ് എന്ന് പറയുന്ന ഒരു പുല്ല് കൊണ്ടുവന്നിട്ട് അതിനെ വെച്ച് കെട്ടിയിട്ടാണ് മഹാനായ ഇസ്ഹാഖ് ഇബ്നു ഹുമൈർ റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയെങ്കിൽ ആ ഇസ്ഹാഖ് ഇബ്നു ഹുമൈർ റളിയല്ലാഹു അൻഹു ആ ജ്വലിക്കുന്ന അദ്ദേഹത്തിന്റെ ഊർജ്ജമുള്ള രക്തക്കണങ്ങളുമായി നാളെ മഹ്ശറ ലോകത്ത് വിഐപിയായി മഹ്ശറയിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ നമുക്കൊരു അംഗത്വം തോടോ സഹോദര? ആ ഇസ്ഹാഖ് ഇബ്നു ഹുമൈർ തങ്ങളോടുള്ള ഒരു മഹബത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എന്തിനു വേണ്ടി സഹിച്ചു ത്യാഗം? എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ദീനിനു വേണ്ടി സമർപ്പണം നടത്തിയ മഹാനായ ഇസ്ഹാഖ് ഇബ്നു ഹുമൈർ റളിയല്ലാഹു അൻഹു ആ പുല്ലുകളുമായി അങ്ങനെ തന്നെ കഫൻ തുണിക്ക് പോലും ഒരു പോരലേൽക്കാത്ത രീതിയിൽ ഉഹുദിന്റെ പോർക്കളത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഉഹദിന്റെ മല നോക്കിക്കൊണ്ട് ഇന്നി ഉഹിബ്ബുക, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഉഹദിന്റെ ആ താഴ്വാരയിൽ നിന്ന് വരുമ്പോ ആ രക്തത്തിന്റെ മണം കസ്തൂരിയെക്കാളും സുഗന്ധങ്ങളെക്കാളും മണം വീശിക്കൊണ്ട് നാളെ കോടാനക്കോടി മഹ്ശറയിലുള്ള ജനങ്ങൾക്കിടയിൽ ആ പാടത്തോടെ സന്തോഷത്തോടെ ആനയിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരെ കാണണ്ടേ? മുന്നിലെ എന്ത് വേണം? ആ സ്വഹാബത്തുള്ള സ്നേഹം നമുക്ക് വേണം. ആ സ്വഹാബത്തിനെ നമ്മൾ സ്നേഹിക്കണം. അവർ ചെയ്ത ത്യാഗത്തിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഒരല്പമെങ്കിലും ദുനിയാവ് സുഖിക്കണ്ട എന്നല്ല, ദുനിയാവിനോടുള്ള സുഖം നമുക്ക് വേണം. പക്ഷേ വിധമായ സുഖത്തിന്റെ പിന്നാലെ ആയി പോകരുത്. കച്ചവടം വേണം, ബിസിനസ് വേണം, കാര്യങ്ങളൊക്കെ വേണം, എല്ലാം വേണം. പക്ഷേ 24 മണിക്കൂറും നിസ്കാരം വിട്ടിട്ട്, നോമ്പ് വിട്ടിട്ട്, ഹജ്ജ് വിട്ടിട്ട്, ഉംറ വിട്ടിട്ട്, ദുആ വിട്ടിട്ട്, സ്വലാത്തിന്റെ മജ്ലിസ് വിട്ടിട്ട്, മജ്ലിസ് നൂറ് വിട്ടിട്ട് നിനക്ക് ദുനിയാവാണോ നിന്റെ ലക്ഷ്യം? നിനക്ക് നാളെ മഹ്ശറ ലോകത്തെ ഖാറൂനിന്റെ, ഫിർഔനിന്റെ, ആമാനിന്റെ കൂട്ടത്തിലാണ് നിന്നെ അല്ലാഹു ചേർത്തില്ലെങ്കിൽ അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ നിലക്കും ഒരല്പമെങ്കിലും അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയം കണ്ടെത്തണം. ഇതാ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ആതിബ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, ചരിത്രം കണ്ട സൂഫി വലിയ മഹാനാണ്. അദ്ദേഹം മദീനയിലേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് അദ്ദേഹം പോയി എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ആതിബ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അദ്ദേഹം മദീനയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ വലിയ വലിയ കൊട്ടാരങ്ങളാണ് കാണുന്നത്. ഇന്നത്തെ പോലെയല്ല. ഇന്നെങ്ങാനും അദ്ദേഹം കടന്നു പോയിരുന്നെങ്കിൽ ബോധം കെട്ടു വീഴും. മദീനയിൽ ഓരോ ബംഗ്ലാവുകൾ കാണുമ്പോൾ മഹാനായ ആതിബ് ബിൻ അസ്വദ് റളിയല്ലാഹു തആല അൻഹു നാട്ടുകാരോട് ചോദിച്ചു. എല്ലാവരും കൂടി ആതിബ് ബിൻ അസ്വദ് ചരിത്രം കണ്ട പേര് കേട്ട മഹാനാണ്. ആതിബ് ബിൻ അസ്വദ് തങ്ങൾ വന്നു അറിഞ്ഞപ്പോൾ എല്ലാവരും ഓടിയെത്തി. നമ്മുടെ നാട്ടിലേക്ക് പോലെ തങ്ങൾ, പാലക്കാട് തങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് തങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞവർ ഓടി വരൂലേ തങ്ങളെ കാണാൻ. അങ്ങനെ ആതിബ് ബിൻ അസ്വദ് മദീനയിലേക്ക് വന്നു പറഞ്ഞപ്പോൾ മദീന നിവാസികൾ ഓരോന്നായി ആതിബ് ബിൻ അസ്വദ് തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ചോദിച്ചു, സഹോദരാ മദീനക്കാരെ, നിങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഹബീബിന്റെ നാടല്ലേ ഇത്? ഹബീബിന്റെ പുണ്യഭവനം നിലനിൽക്കുന്ന ഈ ത്വയ്ബ മണ്ണിലല്ലേ നിങ്ങൾ താമസിക്കുന്നത്? ഭാഗ്യവാന്മാരാ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് നിങ്ങൾ തീർത്തു തരുമോ? ഹബീബ് താമസിച്ച കൊട്ടാരം എവിടെ? ഹബീബ് താമസിച്ച കൊട്ടാരം എവിടെ? എന്തിനാണെന്ന് ചോദിച്ചു. അവിടെ പോയി ബർക്കത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ സ്വഹാബത്ത് പറഞ്ഞു. അവിടെ നിന്ന് കൂടിയ മദീനക്കാർ പറഞ്ഞു, ഇല്ല, എന്റെ ഹബീബ്, ഞങ്ങളെ ഹബീബ് ഇതാ ഇവിടെ കൊട്ടാരത്തിൽ താമസിച്ചിട്ടില്ല. ചെറ്റക്കുടിൽ ഈ കൽപ്പന മടലുകളെ കൊണ്ട് നിർമ്മിച്ച ചെറിയ കുടിലിൽ താമസിച്ച മഹാനാണ്. ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖിന്റെ കൊട്ടാരം എവിടെ? ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൊട്ടാരം എവിടെ? ഉസ്മാൻ തങ്ങളുടെ കൊട്ടാരം എവിടെ? ഓരോ സഹാബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ വീട് എവിടെ, ബംഗ്ലാവ് എവിടെ ചോദിച്ചു. അവർക്കൊന്നും വീടുകൾ ഉണ്ടായിട്ടില്ല, അവർക്കൊന്നും കൊട്ടാരം ഉണ്ടായിട്ടില്ല. ആതിബ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നിട്ടാണോ നിങ്ങൾ ഈ മദീനയിൽ ഹബീബിനെ റൗള ശരീഫിനെക്കാളും മേലെ ഹബീബിന്റെ റൗള നിലനിൽക്കുന്ന ബറക്കത്താക്കപ്പെട്ട ഈ ഭൂമിയിൽ
നിങ്ങൾ ഇതിനേക്കാളും വലിയ കൊട്ടാരം വെച്ചിട്ടാണോ നിങ്ങൾ താമസിക്കുന്നത്? എനിക്ക് ഈ മദീനയിൽ നിൽക്കാൻ താല്പര്യമില്ല. എന്റെ ഹബീബിനേക്കാളും വലുതായി നിങ്ങൾ ദുനിയാവിന്റെ സുഖത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ഹബീബിനെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് ചോദിച്ച മഹാനായ അബ്ദുൽ ഹസൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് കടന്നുപോയാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ദുനിയാവിന്റെ ആർത്തി എന്നാണോ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത്, അന്നേ മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് ലോകത്തെ ചരിത്രത്തിന്റെ താളുകളിൽ എടുത്തു നോക്കിയാൽ എവിടെയെല്ലാം ദുനിയാവിന്റെ ആർത്തിയുടെ പിന്നാലെ പോയോ, ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയോ, അവർക്ക് ദുനിയാവെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ അവർക്ക് റബ്ബിന്റെ സഹായം ഇല്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നാര മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാം റബ്ബിനോട് കൈനീട്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വന്നത് റമദാനിന്റെ 16ാമത്തെ തറാവീഹ് കഴിഞ്ഞിട്ട് ഇന്ന് 17ാമത്തെ തറാവീഹ് നിസ്കരിക്കുമ്പോ പല പള്ളികളിലും തറാവീഹിന്റെ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിന്റെ കഥയല്ല. എല്ലാ പള്ളികളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള തൊട്ടപ്പുറത്തുള്ള നാട്ടിലുള്ള എല്ലാ ഓരോ ചങ്ങായിമാരെ വിളിച്ച് ചോദിക്കുക. ഫസ്റ്റത്തെ ദിവസത്തിലുണ്ടായിരുന്നു, ആദ്യത്തെ 10 ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം ഇത് 2ാമത്തെ 10 ആൾ കുറവില്ലേ? എവിടെ പോയി ഈമാനുള്ള ജനങ്ങളെ? സ്വർഗം നമുക്ക് വേണ്ടേ? മടിയന്മാരായി കിടക്കാൻ അത്താഴം കഴിഞ്ഞത് നോമ്പ് തുറന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളതിനെ ഒന്നാകെ സാപ്പിട്ട് കയറ്റിവിടുക. ഉള്ളവരെ ഒന്നാകെ നമ്മുടെ ഈ ആമാശ എന്ന് പറഞ്ഞാൽ എന്തിന് നോമ്പ് നിർബന്ധമാക്കി? നിങ്ങൾ നോമ്പ് നോക്കൂ, ആരോഗ്യവാനാകൂ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. ആരോഗ്യം കൊണ്ട് ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് ഈ കഴിഞ്ഞ ഏതായാലും ഈ ഒരു ദിവസത്തിൽ ഞാൻ എന്റെ വാപ്പാനെ കൊണ്ട് മംഗലാപുരത്തെ ഒരു പേര് കേട്ട ഡോക്ടറെ പോയി. അങ്ങനെ അദ്ദേഹം ഞാനും എന്റെ ജ്യേഷ്ഠനും കൂടി പോയപ്പോ മുസ്ലിമല്ല, അമുസ്ലിമായ ഡോക്ടർ. പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. നമ്മൾ വേണമെന്ന് പേര് പറയാം, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ കണ്ടപ്പോ ഉപ്പാവുമ്പോ തലപ്പാവുമ്പോ കണ്ടിട്ടുള്ള ഒരു ശൈലിയാണ്. കണ്ടപ്പോ തന്നെ അദ്ദേഹം ചോദിച്ചു, എല്ലാവരും ഗുരുക്കളാണ്, എല്ലാവരും ഉസ്താദന്മാരല്ലേ, നല്ല മലയാളത്തിലാണ്. അദ്ദേഹം സലാമെന്ന് പറഞ്ഞു, നല്ല മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ്, ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് റെസ്റ്റാണ്. എന്തെന്ന് വെച്ചു, നിങ്ങൾ പോയാൽ യൂണിറ്റിയിലും മറ്റുള്ള ഹോസ്പിറ്റലിൽ പോയി നോക്ക്. അന്ന് റമദാന്റെ തൊട്ട് മുമ്പ് വരെ എല്ലാ റൂമിലും എല്ലാ വാർഡിലും മുസ്ലിം പെണ്ണുങ്ങൾ തിങ്ങി നടക്കുന്ന രംഗമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ 2 ഹോസ്പിറ്റൽ സന്ദർശിച്ചു. ബെഡുകൾ ഒരുപാട് കാലിയാണ്, മുസ്ലിമീങ്ങൾക്ക് രോഗമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ അദ്ദേഹം പറയുമ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അന്നും കൂടി അദ്ദേഹത്തെ ചോദിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് പറയുമ്പോൾ ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തേ അത് കാരണം? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയ മാനദണ്ഡമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പറഞ്ഞതാണ്, അവൻ അദ്ദേഹത്തോട് പറയേണ്ട പോയിന്റതാണ്. അദ്ദേഹത്തോട് തക്കമുണ്ടാക്കാൻ വേണ്ടി നോമ്പ് നോക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞങ്ങളുടെ ഹബീബിന്റെ വചനം 14 ഹബീബായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ല, നോമ്പ് കൊണ്ട് നിങ്ങൾ അദ്ദേഹം എളിച്ചിരുന്നുകൊണ്ട് കൈ എനിക്ക് സെക്കൻഡ് തന്നു എന്റെ കയ്യില്. എന്നിട്ട് അദ്ദേഹം എന്റെ ഉപ്പാനോട്, രോഗിയായ വാപ്പനോട് പറഞ്ഞു, നോമ്പ് നോക്കരുത് നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നൊരു വാക്കാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോക്കണ്ട. മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചത്. നിങ്ങൾ നോമ്പ് നോക്കണ്ട, 27 നോമ്പ് നോക്കിയാൽ കൊല്ലം മുഴുവൻ നോമ്പ് നോക്കി പോയി കിട്ടും. ആരാ പറയുന്നേ? ഒരു അമുസ്ലിമായ ഡോക്ടർ. അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പ് ബർക്കത്തുള്ളതാണ്, പല രോഗങ്ങൾക്കും പ്രതിരോധമാണ് ഒരു നോമ്പ്. ആ നോമ്പിനെ എന്തിനു നോക്കണം? ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വീട്ടിലും ഡബിൾ ചെലവാ റമദാൻ അല്ലെ. ആകെ ഉച്ചക്ക് രാവിലത്തെ നാഷ്ടയില്ല, ഉച്ചക്കത്തെ ചോറില്ല, അസറിന്റെ ചായ ഇല്ല, ഭക്ഷണത്തെ പല ഗ്യാപ്പുകളാണ്. എന്നിട്ടോ 10,000 ചെലവുള്ള വീട്ടിൽ 30,000 ചെലവ് റമദാൻ ഒരു മാസത്തിൽ അല്ലേ. എന്തേ കാരണം? ഒന്നോക്ക് അടിച്ച മാറ്റാണ്. ഉണ്ടാക്കിക്കോ, നല്ലതാണ്, പക്ഷേ നിന്റെ ലിമിറ്റ് അനുസരിച്ചിട്ടേ തിന്നാൻ പറ്റൂ നിനക്ക്. പല ആളുകളും തറാവീഹ് വരാത്തിന്റെ 1ാമത്തെ കാരണം 93 ഗ്ലാസ് ജ്യൂസ്, ഒരു 3 സമൂസ, ഒരു 3 വേറെ എണ്ണക്കടി, ഒരു 1 കിലോ ഫ്രൂട്ട്സ് എന്നിട്ട് പിന്നെ എന്താക്കാം ഓൻ എന്നിട്ട് പിന്നെ കൂടെയാണ്. എന്നിട്ട് ആദ്യം 2 ഗ്ലാസ് വെള്ളം എല്ലാം കുടിച്ചിട്ട് എന്തായി 5 മിനിറ്റ് പോയിട്ട് കിടന്നതാ. 10:30 മണിക്ക് കയ്യിലൊന്നും ചങ്ങായി പറഞ്ഞത്, ഞാന് പോയിട്ട് നിസ്കരിച്ചിട്ട് ബെഡിൽ വീണെന്ന് ഓർമ്മയുണ്ട്. പിന്നെ 11 മണിക്ക് 10:30 മണിക്ക് പോയപ്പോ ഉമ്മ ഭാര്യ വരെ വിളിച്ചിട്ടാവും ബോധം വന്ന്. അത്ര ടൈറ്റായി. എന്തേ മുമ്പിനെ തിന്നാൻ വേണ്ടിട്ടാണോ? തിന്നോ, ലിമിറ്റ് വെച്ചിട്ട് തിന്നോ, പരിധി വെച്ചിട്ട് തിന്നോ, പക്ഷെ ലിമിറ്റ് കൊടുക്കണം. ഒന്നോടെ കേട്ടാനുള്ളതല്ല. ആരോഗ്യ പണ്ടത്തിന് ഏതോ ഒരു കേസറ്റ് കേട്ടു,
റെയിലിന്റെ ഗേറ്റ് തുറന്നാൽ മതി. ശരിക്കാനുള്ള പോയിട്ടാണ് വിഷയം ശരി തന്നെ. റെയിലിന്റെ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കുമ്പോ ഒന്നോടെ കാറും ടാക്സിയും ബൈക്കും ലോറിയും ബസ്സും ഒന്നാകെ പോകുന്ന മാതിരി അവര് ട്രാഫിക് എന്നല്ല നിയമത്തിൽ ഒന്നാകെ പോലെന്നെ. അപ്പൊ അതുപോലെ നോമ്പ് തുറക്കുമ്പോ ഒന്നാകെ കിട്ടിയെന്നെ അടിച്ചു കൊടുത്തന്നെ. ഒന്ന് ചരച്ച് തിന്നാൻ പോകുന്ന സമയത്ത് ഒന്നാണ് ബുദ്ധിമുട്ടുണ്ട്. ഈ കാലത്ത് കൊടുത്തിട്ടാകുമ്പോ 2 സമൂസ ഉണ്ട്, 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ട്, 4 കഷ്ണം പച്ചങ്ങായ ഉണ്ട്, ഒന്നും തീരണ്ടോ ഒന്നാമത് വിട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ജാമാക്കി കൊടുക്കണം. ഈ രീതിയിലൊന്നും വേണ്ട, ലിമിറ്റ് വെച്ചിട്ട് തിന്നണം. പക്ഷെ ഞാന് എന്റെ അഭിപ്രായ പ്രകാരം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്റെ അഭിപ്രായ പ്രകാരം ഉണ്ടല്ലോ, ഈ നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഇക്കൊല്ലം എന്തായാലും അത് കൊടുക്കാൻ വെച്ചാൽ കൊടുത്തോളി. അടുത്ത കൊല്ലം മുതല് നിങ്ങൾക്കൊരു നല്ലൊരു കാര്യം, ഈ റമദാൻ കഴിഞ്ഞിട്ട് ഈ നോമ്പ് തുറന്നിട്ടായിട്ട് ബിരിയാണിന്റെ കട്ടെല്ലാം കൊടുക്കുന്നത് ഒന്ന് ലിമിറ്റ് വെച്ചിട്ട് കുറക്കല് നല്ലതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ കാരണം അങ്ങനത്തെ ദാരിദ്ര്യങ്ങളില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് കൂലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ പൈസ കൊണ്ട് നമ്മുടെ ജമാഅത്തുള്ള പാവങ്ങളായ ജനങ്ങളെല്ലാവരും എന്നെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് 30,000 ലാഭമാണ് ഉസ്താദ് 30,000 നിൽക്കണ്ട. വേറെ അതിനേക്കാളും നല്ല പണിയുണ്ട്. 30,000 നോമ്പ് തുറപ്പിക്കുന്നവൻ ആ പൈസ കൊണ്ട് ഒരു 5 or 10 പേർക്ക് റമദാനിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ എല്ലാവരും കൂട്ടമായി കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ വീട്ടിലേക്കും നോമ്പ് തറയുടെ ഒരു കിറ്റുകൾ ഉണ്ടാക്കി കൊടുത്ത് 30 ദിവസം നോമ്പ് തുറന്നാൽ എത്ര മനോഹരമായിരിക്കും. ഇതിലൂടെ ഞാൻ പറഞ്ഞു ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയും ചോദിക്കണ്ട, പറയില്ല, കണ്ടിട്ടുണ്ട്. ഭക്ഷണം കൊണ്ടുപോയി ഈ ഭക്ഷണത്തിന്റെ കെട്ടിനെ പോലും അതിന്റെ 10 കോഴി മാത്രം തിന്നിട്ട് ഭക്ഷണത്തിന്റെ 10 കൊണ്ടുപോയിട്ട് റോഡ് എറിയുന്ന സീന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവനോട് വിളിച്ച് ചോദിക്കാനൊന്നും ഞാൻ വന്നിട്ടില്ല. അവനെ ചിന്തിക്കണം. ഈ പത്തിരി 3 രൂപ, പത്തിരിക്ക് എത്ര? 4 രൂപ 3 പത്തിരി ഉണ്ടെങ്കിൽ 12 രൂപന്റെ പത്തിരി. ഇനി എന്തിനാ പാവപ്പെട്ട ജനങ്ങൾ തന്നത്? കൂലി കിട്ടണം, റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടണം. അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിലുണ്ടാക്കി ഒരു തിരി വേസ്റ്റ് ആയി പോയാൽ റബ്ബിനോട് മറുപടി പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചോറിന്റെ കെട്ട് വെക്കണ്ടെന്ന് പറയാൻ കാരണം വിചാരിക്കുന്ന ഉസ്താദന്മാരായിരുന്നു ഡിമാൻഡ് അല്ല, ഞങ്ങൾക്ക് തിന്നാൻ കഴിയുന്നില്ല, നമുക്ക് ടിഫിന്റെ വന്നതിനെ തീർന്നില്ല, പിന്നല്ലേ ഇങ്ങനെ തിന്നാൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾ ആ വിട്ടു വെക്കാറില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പുരയില് പോകുമ്പോ തിന്നാൻ കഴിയുന്നില്ലെങ്കിൽ വാങ്ങണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോണം. വാങ്ങണ്ട, കാരണം നീ വാങ്ങിയാൽ നീ തിന്നണം. ഇതിനെ കൊണ്ടേക്ക് ഈ അടുത്ത് ഒരു ചോരത്ത് എന്നോട് പറഞ്ഞത് ഇപ്പോൾ തന്നെ പറഞ്ഞത്, മോള് വരുമ്പോ കുറെ കെട്ട് കൊടുക്കണം. എന്ത് കെട്ട്? പള്ളിയിൽ നോമ്പ് തുറന്നിട്ട് ചീരണിട്ട് ഈന്റെ കെട്ടിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അട്ടിയായി തിന്നാനാണില്ല. ഒരേ കോഴിക്കിടാൻ വേണ്ടി കൊടുന്ന് നിങ്ങളെ ആലോചിക്കും. പലസ്തീനിൽ പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ പകയില്ലാതെ ഭിക്ഷപാത്രം ഇതാ ടാങ്കറിലൂടെ മറ്റുള്ളതായിരിക്കുന്ന ആ കണ്ടെയ്നറിലൂടെ ഭക്ഷണം വരുമ്പോ അധ്വാനിച്ച് ഓടിച്ചുകൊണ്ട് മത്സരിച്ചുകൊണ്ട് പിച്ച പാത്രം പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് നിങ്ങൾ ആ ചിന്തയോടുകൂടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബോക്സിലേക്ക് എടുക്കും. ആളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് സാക്ഷി എതിരായിട്ട് പറയുന്നത് ഈ ഭക്ഷണം തന്നെയാണ്. ഇസ്രാഫുകൾ പാടില്ല. ഇസ്രാഫാണ് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാജയം. എത്രയോ വീടുകൾ, എത്രയോ നഷ്ടം. ഞാൻ പലപ്പോഴും കഴിഞ്ഞ കൊല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദന്മാർക്ക് ഫ്രൂട്ട് കൊടുക്കുന്നതിന് മുറിക്കാതെ തന്നെ കൊടുത്താൽ ചിലപ്പോ തറാവി കഴിഞ്ഞിട്ട് പിന്നെ തിന്നാണ്. ഇതിപ്പൊന്നോടെ മുറിച്ചിട്ട് ഒരു 2 പൈനാപ്പിൾ, 2 പച്ചക്കായി, ഒരു 4 ആപ്പിള്, 4 ഒരു 5-6 മുസ്ലിം ഒന്നോടെ മുറിച്ചിട്ട് തൊട്ടേക്ക് വെട്ടിക്കൊണ്ടിരുന്നേ. നമുക്ക് തിന്നാൻ കഴിയോ? ഇനി അവസാനത്തെ തറാവി കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇത് മണം വന്ന് എറിയലല്ലാതെ വെടിയുണ്ടോ? ഇല്ല. ഇനി നിങ്ങളെ പോലെ നോമ്പ് തുറക്കുന്നെങ്കിലും എന്ത് വേണം? ആപ്പിളോ മൊസമ്പിയോ എന്തെങ്കിലും നിങ്ങൾ ഫ്രൂട്ട്സുകൾ വെക്കുന്നെങ്കിൽ, പഴയ കാലത്തൊക്കെ ഞാൻ മുമ്പുള്ളത് ജോലിയുള്ള സ്ഥലത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി പോയിരുന്നു. ഞാൻ സിസ്റ്റം ഉണ്ടാക്കി. നിങ്ങൾ എന്താണ് ചെറിയ ഒരു കത്തിയും ഒരു ഫ്രൂട്ട്സോ പ്ലേറ്റിൽ വെച്ചാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ മുറിച്ചിട്ട് തിന്നു. ഇത് കുറെ മുറിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ടിഫിന് കുറച്ച് കൊടുക്കാൻ അറിയുന്നില്ല. ഫുള്ളെന്നാണോ 10 രൂപ ഞാൻ ചില വീട്ടിൽ 10 രൂപ ഞാൻ പലപ്പോഴും പറയാൻ റാത്തിനെത്ര വാർത്തലുണ്ട്. അത് അവരുടെ വിശാലതയാണ്. പക്ഷേ അതൊന്നും വിശ്വാസമാക്കിക്കൂടാ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ നിലക്കുള്ള ചെലവ് വീട്ടിലൊന്നും ഉണ്ടാക്കരുത്. ഒരേയാണെങ്കിൽ നിങ്ങൾ ആർപ്പാട വിശദ ഒരേ എത്ര നിങ്ങൾക്ക് അത്ര തിന്നോളി, നിങ്ങൾക്ക് വേണ്ട എത്ര തിന്നോ. പക്ഷെ ഇസ്രാഫാക്കണ്ട. 5 സമൂസയാണ് നിങ്ങളെ പോലെ തീർന്നെങ്കിൽ 6ാമത്തെ സമൂസ നിങ്ങൾ കഴിക്കണ്ട. അത് ഇസ്രാഫാണ്. തിന്നാൻ കഴിയുന്നത്
അത്ര മാത്രമാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഈ നോമ്പ് നമുക്ക് അനുകൂലമല്ലാതെയായി പോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രാഫുകൾ പാടില്ല. നല്ലവർക്ക് സഹകരിക്കണം. പാവങ്ങളായ ആളുകളെ സഹകരിക്കണം. അപ്പുറത്തെ വീട്ടുകളിലൊക്കെയുള്ള പാവങ്ങളായ ജനങ്ങളെ സഹായിക്കണം. ഇത്തരം കാര്യങ്ങൾ ഈ നോമ്പ് തുറയേക്കാളും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള മാരകമായ ക്യാൻസർ പിടിച്ച ആളുകൾ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ എത്രയോ ആളുകൾ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞിട്ട് മംഗലത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഒരു ഷാമിയാണ് എടുത്ത് പൈസ കൊടുക്കാൻ പോലും ആവതില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നാട്ടിലുണ്ടാകും. അവർക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ 30,000 അതിൽ നിന്നൊരു ചെറിയൊരു പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഇതിനേക്കാളും വലിയ പ്രതിഫലം അതിലൂടെ കിട്ടാൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്യണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി 2 വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമർ റഹീമിനായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ റഹീമുൽ മസാകിനായ റബ്ബേ, പറഞ്ഞത് കേട്ടത് നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ ആശീർവാദി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടങ്ങൾ ജോലികളെല്ലാം നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ശായിഖുകളായ മക്കൾ വേണ്ടപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ച സ്നേഹിച്ച സഹകരിച്ച സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ ഖൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഈ വിശുദ്ധമായ റമദാന്റെ പകുതി ഭാഗവും കഴിഞ്ഞുപോയി അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ഇബാദത്ത് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. ഫർളായ നിസ്കാരം സുന്നത്തായ നിസ്കാരം പലതും ഞങ്ങൾ അനുഷ്ഠിച്ച് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അത് നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്തത്. ഞങ്ങൾക്ക് ആ വേണമെന്നതുപോലെയുള്ള തഖ്വയും ഇഖ്ലാസും വന്നു കിട്ടിയിട്ടില്ല അല്ലാഹ്. നീ അതിൽ വന്നുപോയ പോരായ്മകൾ നീ പരിഹരിച്ചു തരണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ നിന്നും ഫർദീങ്ങളിൽ നിന്നും മുഖ്ലിസീങ്ങളിൽ നിന്നും നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളായ ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ റമദാനിന്റെ അവസാനം കഴിയുന്നതിന് മുമ്പ് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മശായിഖുകൾ ഞങ്ങളെ സഹായിച്ച് സ്നേഹിച്ചു ഞങ്ങൾക്ക് പലതും തന്നവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, ഞങ്ങൾക്ക് പണം തന്നവർ, ഈ നാട്ടിൽ ഈ ജമാഅത്തിലുള്ള എല്ലാ വീട്ടുകാരും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവർ, ഏതെല്ലാവർക്കും ഞങ്ങളെ സഹായിച്ചവരാണ്, വിശ്വസിച്ചവരാണ്. എല്ലാവർക്കും റബ്ബേ നീ നരകത്തിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. നരക മോചനം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത ഓരോ നന്മകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ നോമ്പ് തുറക്ക് വേണ്ടി സഹായിച്ചവർ, ഗദരീക ആണ്ടിന് വേണ്ടി സഹായിച്ചവർ, ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ, ഞങ്ങളുടെ നാടിന്റെ നല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചവർ, ഏതെല്ലാം നിനക്ക് പേര് പറഞ്ഞതും പറയാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ എന്തെല്ലാം നന്മകൾ അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടുകാർ ചെയ്തിട്ടുണ്ടോ. പാവങ്ങളായ ജനങ്ങൾ വീട്ടിലേക്ക് യാചിക്കാൻ വേണ്ടി വന്നപ്പോ എത്രയോ ആയിരങ്ങളും ലക്ഷങ്ങളും ഞങ്ങൾ ചെലവാക്കി റബ്ബേ. അതെല്ലാം വജ്ഹിന് വേണ്ടി മാത്രമാണ് കൊടുത്തത്. മുത്താലിമിന്റെ മുസല്ലക്ക് വേണ്ടി ഓരോ ദിവസവും അതിനു വേണ്ടി സംഭാവന കരുതി വരുന്നവർ, അതെല്ലാം ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങളാണ് റബ്ബേ. അതൊന്നും ഞങ്ങൾ വെറുതെ ചെയ്യുന്നതല്ല, നിന്റെ അടുക്കൽ നിന്ന് ഒരു വജ്ഹ് മാത്രം വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് റബ്ബേ. അതിനെല്ലാം ഞങ്ങൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, തക്കതായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ രോഗങ്ങൾ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് മാറ്റണേ അല്ലാഹ്. നീ മാറ്റി തന്നെ റഹ്മാനെ. അവരോടൊത്ത് ഞങ്ങളോടൊത്ത് കൂട്ടമായി സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ ഖൈർ നൽകണേ റഹ്മാനെ. അതുപോലെ ആരുടെ എല്ലാം ഉമ്മമാർ രോഗികളാണ്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാം ഭാര്യ മക്കൾ രോഗികളാണ്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, വിജയം നൽകണേ റഹ്മാനെ. ഇറാനിലും ലോകരാജ്യങ്ങളിലും കഷ്ടപ്പെടുന്ന നമ്മുടെ നിരപരാധികളായ മുസ്ലിമീങ്ങൾ അല്ലാഹ്, നീ അതിന്റെ പിന്നിൽ എന്ത് രഹസ്യമാണ് നീ വെച്ചിട്ടുള്ളത്, എന്താണെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് അതൊന്നും കാണാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നതിനപ്പുറമുള്ള രംഗങ്ങളാണ് റബ്ബേ. ഒരു നിരപരാധിയും അല്ലാഹുവേ നീ കൊലപ്പെടുത്താവർ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന അവസ്ഥ നീ വിരിക്കല്ല റഹ്മാനെ. എല്ലാ നിരപരാധികളും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. വാലിമീങ്ങളെ നീ ലോകത്തിൽ ഉന്മൂലനം ചെയ്യണേ അല്ലാഹ്. അവർ ശരണത്തോട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിന്റെ കേട്ടതിന്റെ എല്ലാത്തിന്റെയും എതിരെ സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് തനിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വെളിച്ചമാക്കണേ അല്ലാഹ്. ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവർ ഞങ്ങളെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബിഹഖ് സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.